കഴിഞ്ഞ ദിവസം അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനായി അഡ്രിയാൻ ലൂണയ്ക്ക് പോന്ന ഒരു മികച്ച താരമായ നിക്കോളാസ് ലൊഡേറോയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ നിരവധി വിമർശനങ്ങളായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയില്ല എന്നും അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുകയില്ല എന്നുമൊക്കെ ആയിരുന്നു അപ്പോൾ നേരിട്ട വിമർശനങ്ങളെങ്കിൽ ഈ റൂമറുകളൊക്കെ ഇപ്പോൾ സത്യമാകുകയാണ്. ചില ഒഫീഷ്യൽ റൂമറുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ചില ഉറുഗ്വേൻ മാധ്യമപ്രവർത്തകരും ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിക്കോളാസ് ലൊഡേറോയെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ നാഷണലും ഉണ്ട് എങ്കിലും നാഷണലിലേക്ക് ചേക്കേറാൻ താരം ഇപ്പോഴും വിസമ്മതം കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുൻതൂക്കം ഇപ്പോഴും ഈ റേസിൽ നിക്കോളാസ് ലൊഡേറോയെ സ്വന്തമാക്കാനുള്ള റേസിൽ മുൻതൂക്കം കേരള ബ്ലാസ്റ്റേഴ്സിനാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാഷണൽ മികച്ച ഓഫർ നൽകിയിരുന്നുവെങ്കിലും അതിലും മികച്ച ഓഫറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമ്മുടെ ലൂയിസ് സുവാരസ് ഏറ്റവും ഒടുവിലായി കളിച്ചുകൊണ്ടിരുന്ന ക്ലബ്ബാണ് നാഷണൽ. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം നാഷണൽ വിട്ടത്. എന്തായാലും ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ചരിത്രത്തിൽ സ്വന്തമാക്കുന്ന ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനിടെ ലൂണയേക്കാൾ മികച്ച താരമാണ് ഇദ്ദേഹം എന്നുള്ള റിപ്പോർട്ടുകളും എന്നുള്ള അഭിപ്രായങ്ങളും ചില ആരാധകർ പങ്കുവച്ചിരുന്നു. എന്നാൽ തൻ്റെ ക്ലബിന് വേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കറിയാം, ലൂണയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചപ്പോൾ അത്രയ്ക്ക് ഹൈപ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹം വളരെ മികച്ച താരമായി മാറുന്നത്. ലൂണ മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ സാധ്യതയുള്ള ഈ താരം എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം.